കുറച്ച് മുമ്പ് മീഡിയ വണ്ണിൽ വന്ന ഒരു ന്യൂസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് ഇവിടെ കാണിച്ചു തരാം. ഇത് ബാക്കി ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇത് വലിയ TRP റേറ്റിംഗ് ഒന്നും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഗതി അല്ല. അതുകൊണ്ട് തന്നെ ബാക്കി ന്യൂസ് ചാനലിലൊന്നും ഇതൊരു ചർച്ചാ വിഷയമായിട്ടൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ എൻ്റെ വ്യൂവേഴ്സ് എങ്കിലും ഈ ഒരു വാർത്ത മൊത്തം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. ആദ്യമേ നിങ്ങളത് കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ അധ്യാപകൻ പിടിയിൽ. അമ്പലമേട് സ്വദേശി കമലിനെയാണ് എറണാകുളം സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആലുവ മട്ടാഞ്ചേരി റൂട്ടിലോടുന്ന ബസ്സിൽ 19-കാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മുസ്തഫ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? വൈകുന്നേരത്തോടു കൂടിയാണ് അമ്പലമേട് സ്വദേശി കമലിനെ, ഇയാൾ അധ്യാപകനാണ്, ഇദ്ദേഹത്തെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ കേസിലാണ് ഈ സംഭവം നടന്നുവിടാൻ ബസ്സുകാർ കൂടി ഇടപെട്ട് നേരെ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നത്. തേവര ഭാഗത്ത് വെച്ച് ഈ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇയാളെ പോലീസിന് കൈമാറുകയും ചെയ്തു. എന്തായാലും ഇയാളുടെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇരയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 19-കാരിയുടെ പരാതി പ്രകാരം എറണാകുളം സൗത്ത് പോലീസ് അമ്പലമേട് സ്വദേശി കമലിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം, അതും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ, അതും ചെയ്തതാരാണ്? ഒരു അധ്യാപകൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ കുട്ടികളെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ വിടുന്നത് വിദ്യാഭ്യാസം നേടാനാണ്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വിദ്യാഭ്യാസം തേടാൻ ഒരു കോളേജിലേക്കോ സ്കൂളിലേക്കോ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ആദ്യമേ ഒരു റൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ നൽകണം. അതായത് നിങ്ങൾ പോകുന്ന കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ അധ്യാപകന്മാരെ ഒന്ന് സൂക്ഷിച്ചോണം എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതൊരു കോളേജിലോ സ്കൂളിലോ ഒന്നും വെച്ചിട്ടല്ല, ഒരു പൊതുസ്ഥലത്ത് ഒരു ബസ്സിൽ വെച്ചിട്ടാണ് ഒരു അധ്യാപകൻ ഈ പരിപാടി കാണിച്ചിട്ടുള്ളത്. ഇത് എത്ര പേര് ചർച്ചയാകുന്നു, എത്ര മാധ്യമങ്ങളിൽ ആൾക്കാർ വന്നിരുന്നത് ഒരു ചർച്ചാ വിഷയമായി എടുക്കും, എനിക്കറിയില്ല. ഇതെനിക്ക് തോന്നുന്നു, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും ഇതിന് അധികം റീച്ചൊന്നും ആവാൻ ചാൻസ് ഇല്ല. അത്യാവശ്യം ഇത് കാണുന്ന ആളുകളെങ്കിലും ഇത് മൊത്തം കാണാനായിട്ട് എനിക്കിതൊന്നും അറിയിക്കണമെന്ന് തോന്നി. ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ആരും ചർച്ചയാക്കാൻ പോകാത്തൊരു വിഷയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമയിലെ പീഡനങ്ങളെ പറ്റി അന്വേഷിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളും അതിന്റെ പുറകെ ഓടുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇവിടെ വെളിയിൽ. അതൊന്നും എന്താ ആരും അധികം അങ്ങോട്ട് ചർച്ചാ വിഷയമാക്കി എടുക്കാത്തത്? ഇതൊക്കെ എന്ന് നിൽക്കുമെന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വിശ്വാസത്തിൽ മാതാപിതാക്കള് അവരുടെ കുട്ടികളെ ഇങ്ങനെയുള്ള ചില നാറികൾ പഠിപ്പിക്കുന്ന കോളേജിലോട്ടായിക്കോട്ടെ സ്കൂളിലോട്ടായിക്കോട്ടെ എങ്ങനെ കുട്ടികളെ വിടും? ഇപ്പം ഈ ഒരു വാർത്തയിൽ അയാളുടെ മുഖം ഒന്നും കാണിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മുഖം പുറത്ത് വിടണം, അവന്റെ ഫോട്ടോ ഒക്കെ വെളി വിടണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇനിയും ഇങ്ങനെയുള്ള ചെറ്റകൾ, ഇല്ലെങ്കിൽ അവൻ ഇത്രയും വലിയൊരു ചെറ്റത്തരം കാണിച്ചില്ല, അവന്റെ അടുത്തോട്ടൊന്നും ഒരു പെങ്കൊച്ച് ചെല്ലരുത്. അവൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ ചെയ്യാൻ. എന്ത് വിശ്വസിച്ചിരിക്കും? ഇപ്പം നാളെ ഇതിന്റെ അപ്പുറം കാണിക്കത്തില്ല എന്ന് എന്താ ഉറപ്പ്? എന്നിട്ടും മാധ്യമങ്ങൾ പുറത്തേക്കൊന്നും അവന്റെ വിട്ടിട്ടില്ല ഫോട്ടോ ഒന്നും. എന്തായാലും മീഡിയ വൺ അറ്റ്ലീസ്റ്റ് ഈ ഒരു വാർത്ത നിങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് ഞാൻ കണ്ടത്. അവിടെയെങ്കിലും ഒന്ന് ഇട്ടല്ലോ, വലിയ കാര്യം. ഈ 1 മിനിറ്റ് ഒരു ക്ലിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും പറയാൻ ഇല്ല. പക്ഷെ ഈ ഒരു ചെറ്റത്തരം കണ്ടപ്പം എൻ്റെ വ്യൂവേഴ്സിനെങ്കിലും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ബാക്കി ചാനലുകാരെടുത്ത് വലിയ ന്യൂസ് ആക്കാനൊന്നും ചാൻസ് ഇല്ല. കാരണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ സാധാരണക്കാരൊന്നും ഈ വാർത്താ ചാനലുകൾക്കൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. TRP ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതെടുത്ത് വെച്ച് ഒരു ചർച്ചാ വിഷയമായി 3-4 പേരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ബസ്സുകളിൽ ഈ കാണിക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നും പറഞ്ഞ് 3-4 പേര് വന്നിരുന്ന ഒറ്റവക്കത്തൊന്നും ഇല്ല. നമുക്ക് ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ ഒരു നാട്ടിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഇത്രേ ഉള്ളൂ വില. നമ്മുടെയൊക്കെ പിള്ളേർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുമില്ല ചോദിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കാൻ പറ്റുന്നവരൊന്ന് ലൈക്കൊക്കെ അടിക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. കുറച്ച് പേരെങ്കിലും അറിയട്ടെ ഇങ്ങനെ ഒരു വാർത്ത വന്നതൊക്കെ. ആരും അറിയാൻ ചാൻസ് ഇല്ല ഇങ്ങനത്തെ വാർത്തകളൊന്നും. ഇതൊക്കെ മറ്റേ ആ ഒഴുക്കൻ മട്ടിൽ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെയാണ് ഇവിടെ ചർച്ചയാകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഈ ഒരു വിഷയം, ഈ ഒരു സാധനം കേട്ടിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ഉണ്ടല്ലോ, ഞാൻ ഇന്നിനെയും രാത്രിയിൽ വീഡിയോ ഒന്നും ഇടണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഈ വാർത്ത വന്ന ഉടനെ തന്നെ കണ്ടു. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഇതൊന്ന് ചെയ്യാം കുറച്ചു പേർക്കെങ്കിലും. കാരണം മീഡിയ വണ്ണിലെ ആ വാർത്തയൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല.
ഇതിപ്പം എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ശരി, ആ ഒരു വാർത്ത കാണാത്തവർക്ക് കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു സാധനം ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. ഞാൻ സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി പോയി. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണോ ഇനി മാതാപിതാക്കൾ? ആദ്യമേ തന്നെ സാധാരണ കോളേജ് വിടൂ, സ്കൂളിൽ ചെല്ലുമ്പോഴാണ് കുട്ടികൾക്ക് ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, അതുപോലെ തന്നെ ഈ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ വൃത്തികേടുകൾ, ഇതെല്ലാം വെറുതെ ബുക്കിലുള്ള മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടണം കുട്ടികളെ. ഇങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ. നിങ്ങൾ ബസ്സിലിരിക്കുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. അതായത് പേടിച്ച് വേണം ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് വേണം ഇനിയും വരുന്ന തലമുറയെ നമ്മൾ പഠിപ്പിച്ചു വിടാനായിട്ട്, അല്ലേ? കൊള്ളാം. എന്തായാലും എനിക്കിതൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക. ഓക്കെ.